ദേശീയ തലത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു വാർത്ത ഗ്യാൻവാബി പള്ളിയിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്താനുള്ള അനുമതി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി വിധി പറയും എന്നുള്ളതാണ്. വാരണാസി ജില്ലാ കോടതി വിധിക്കെതിരെ മസ്ജിദ് ചുമതലയുള്ള അഞ്ജുമാൻ ഇന്തസാമിയ മസ്ജിദ് കമ്മിറ്റിയാണ് അപ്പീൽ നൽകിയിട്ടുള്ളത്. നിലവിൽ കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ പൂജ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുവരികയാണ്. നിലവറയ്ക്കുള്ളിൽ ആണ് ഇത്തരത്തിൽ പൂജ നടക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിനി, ഈ വിധി ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും വീണ്ടും സുപ്രീം കോടതിയെ അടക്കം സ്വാധീനിക്കാനൊക്കെയുള്ള അവസരമുണ്ട്. അത്തരം സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോൾ ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഒന്നും തള്ളിക്കളയാനാകില്ല. കാരണം കീഴ്ക്കോടതിയിലാണിപ്പോൾ ഈ വിഷയം ഉള്ളത്. കീഴ്ക്കോടതി വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതി വിധിയാണല്ലോ ഇന്ന് വരാൻ പോകുന്നത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് ഗ്യാൻവാബി പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കാരണം നേരത്തെ തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പലതും നിലവിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാമക്ഷേത്രം അടക്കം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ വിധി വന്നതിന് പിന്നാലെയാണ് വാരണാസിയിലെ ഈ പള്ളിയിൽ പൂജ ചെയ്യാൻ അവസരം അല്ലെങ്കിൽ അനുമതി തേടിക്കൊണ്ട് ഹിന്ദു വിഭാഗങ്ങൾ സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ നീണ്ട ഒരു എന്താ പറയുക, നമുക്ക് ഒരു നീതി പോരാട്ടം അല്ലെങ്കിൽ കോടതിയിലടക്കം കയറി ഇറങ്ങിയിട്ടുള്ള നീണ്ട ചരിത്രം, വലിയൊരു ചരിത്രം തന്നെയുണ്ട് ഈ വാരണാസി കോടതിയുടെ ഈ തർക്കത്തിന്. കാരണം ഇവിടെ പള്ളി പണിഞ്ഞിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സ്വയംഭൂമായിരുന്ന ശിവലിംഗം ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തിട്ടാണ് എന്നതാണ് ഹിന്ദു വിഭാഗം അവകാശപ്പെടുന്നത്. ഇതിന് തെളിവുകളടക്കം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തുകയും അവിടുന്ന് ശിവലിംഗം അടക്കം കണ്ടെത്തുകയും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസത്തോടുകൂടി ഹിന്ദു വിഭാഗം ക്ഷേത്രത്തിലെ ഒരു അറയിൽ, അതായത് വ്യാസ് കി തേഹ്ഖാന എന്ന് അറിയപ്പെടുന്ന പള്ളിക്കുള്ളിലെ 4 അറകളിൽ അല്ലെങ്കിൽ 4 ഭൂഗർഭം അല്ലെങ്കിൽ ഈ ബേസ്മെന്റ് എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള അറകളിൽ 4 അറകളിൽ ഒന്നായ വ്യാസ് കി തേഹ്ഖാന എന്ന് പറയുന്ന എന്ന അറയിൽ പൂജ നടത്താൻ അനുമതി തേടിയത്. ഇത് അനുവദിച്ചുകൊണ്ട് വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയുണ്ടായിരുന്നു. ഇതിനെതിരെ മസ്ജിദിന്റെ ചുമതലയുള്ള, അതായത് ഗ്യാൻവാബി മസ്ജിദിന്റെ ചുമതലയുള്ള അഞ്ജുമാൻ ഇന്തസാമിയ കമ്മിറ്റിയാണ് 2 വ്യത്യസ്ത അപ്പീലുകൾ അലഹബാദ് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നത്. ഇതിലാണ് ഇന്ന് വിധി പറയുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ജസ്റ്റിസ് രഞ്ജൻ അഗർവാൾ ഇതിൽ വിധി പറയുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പും കൂടി അടുത്തിരിക്കുന്ന സാഹചര്യം, ഉത്തർപ്രദേശിന്റെ ഒരു രാഷ്ട്രീയം, ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇത് വളരെ നിർണായകമാണ്. കാരണം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് അനുമതി കൊടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അവിടെ എത്തി ദർശനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ ഇന്നത്തെ വിധി വളരെ സുപ്രധാനമാണ്. പ്രത്യേകിച്ചും 1991 വർഷിപ്പ് ആക്ട് പ്രകാരമുള്ള ഇതെല്ലാം പരിഗണനയ്ക്ക് വരുമ്പോൾ അന്നത്തെ ആ ആക്ടിൽ രാമക്ഷേത്രം മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്യാൻവാബി അടക്കമുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളൊന്നും അതൊന്നും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിധി അത് എത്തരത്തിലാകും, അത് ഒരു തുടർ നിയമ പോരാട്ടം, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലടക്കം എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇന്നത്തെ വിധിയിലെ എന്ത് വിധി വന്നാലും അതിനെതിരെ എന്തായാലും ഒരു അപ്പീൽ, അത്തരത്തിലുള്ള നിയമ പോരാട്ടം എന്തായാലും തുടരുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ വിധി എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അഭിലാഷ്, തീർച്ചയായും ഇന്ന് ദേശീയ തലത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ അശ്വിനി നൽകിയത്. കഴിഞ്ഞ ദിവസം വാർത്താ